പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 1:1-2. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും കർത്താവായ ദൈവം നമ്മളോട് പറയുന്നു, ഈ ക്രിസ്തീയ ജീവിതത്തിൽ ആരുടെ കൂടെ നടക്കരുത്, ആരുടെ കൂടെ ഇരിക്കരുത്, ആരുടെ കൂടെ നിൽക്കരുത് എന്ന്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. ദുഷ്ടന്മാർ ആലോചിക്കുന്ന മറ്റുള്ളവരുടെ നാശത്തിന്, മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി അവർ ആലോചിക്കുന്നത്. അവരുടെ കൂടെ ഒരിക്കലും നമ്മൾ നടക്കരുത് എന്ന കർത്താവായ ദൈവം വചനത്തിൽ പറയുന്നത്. 2, പാപികളുടെ വഴിയിൽ നിൽക്കുകയുമരുത്. പാപം ചെയ്യുന്നവരുടെ വഴിയിൽ നമ്മൾ ഒരിക്കലും നിൽക്കരുത്, നമ്മൾ പാപം ചെയ്യരുത്. 3, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയുമരുത്. പരിഹസിക്കുന്നവർ, മറ്റുള്ളവരെ പരിഹസിക്കുന്ന ആ ഗ്രൂപ്പിൽ ഒരിക്കലും നമ്മൾ ഇരിക്കരുത്. ചിലപ്പം നമ്മൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ക്ഷണനേരത്തിൻ്റെ സന്തോഷമൊക്കെ ലഭിക്കുമായിരിക്കും. അവരെ നമ്മൾ കാണുമ്പോൾ അവരെപ്പോഴും സന്തോഷിക്കുകയും അട്ടഹസിച്ചിരിക്കുകയും ഒക്കെ നമുക്ക് കാണുമായിരിക്കും. പക്ഷേ അത് ക്ഷണനേരത്തിൻ്റെ. കർത്താവായ ദൈവം പറയുന്നു, അവിടെ നമ്മൾ നിൽക്കരുത്, നടക്കരുത്, ഇരിക്കരുത്. എന്നാൽ കർത്താവായ ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്ന എന്താ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, കർത്താവ് തന്ന ന്യായപ്രമാണം അനുസരിച്ച് നമ്മൾ ജീവിച്ച് അതിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യൻ. കർത്താവ് തന്ന കൽപ്പനകളിൽ ആദ്യത്തെ വാക്യത്തിൽ നമുക്ക് കൽപ്പനകൾ തന്നിട്ടുണ്ട്. ആ കൽപ്പനയിൽ വിശ്വസിച്ച്, ആ കൽപ്പനയിൽ ജീവിച്ച് അതിൽ സന്തോഷിച്ച് നടക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ. ദേ ആർ ബ്ലെസ്ഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ വിശ്വസിച്ച് നടക്കുന്നവർ ഭാഗ്യവാൻ എന്ന കർത്താവ് പറയുന്നു. ഇന്ന് കർത്താവിൻ്റെ വചനപ്രകാരം ജീവിപ്പാനും ദൈവത്തെ സന്നിധിയിൽ ആരാധിച്ച് ഈ വചനത്തിൽ വിശ്വസിച്ച് ഓരോരോ ദിവസവും മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.